ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻകം ടാക്സ് പാർട്ട് 10 ആണ്. ഇതിനു മുന്നേ വന്ന ഇൻകം ടാക്സ് പാർട്ട് 8ഉം 9ഉം നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അത് രണ്ടും TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് സെക്ഷൻ 206C 1H എന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു. കാരണം ലാസ്റ്റ് ഒരു 1-2 ആഴ്ചയായിട്ട് ഈ TCSുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളായിരുന്നു ഈ പറഞ്ഞ പോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരും ബിസിനസ്സുകാരും മറ്റുള്ളവരൊക്കെ ഡിസ്കഷന്റെ മെയിൻ പോയിന്റ് ഈ TCSനെ കുറിച്ചുള്ള സംശയങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പാർട്ട് 8ഉം അതിനെക്കുറിച്ചായിരുന്നു. പാർട്ട് 9 CBDTയുടെ ക്ലാരിഫിക്കേഷനെ കുറിച്ചായിരുന്നു. ഇനി പാർട്ട് 10ൽ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ 4 പ്രാക്ടിക്കൽ എക്സാമ്പിളോടുകൂടി നിങ്ങളുടെ കുറേ ഭാഗം ഡൗട്ടുകൾ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് പ്രാക്ടിക്കൽ സിനാരിയോയിൽ എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള എന്നുള്ള രീതിയിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇത് ഇത്രയും അധികം സംശയം വന്നിരിക്കുന്നത് ഇതൊരു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം ഈ സെക്ഷൻ അല്ലെങ്കിൽ ഈ പ്രൊവിഷൻ നിലവിൽ വരികയും അപ്ലൈ ആവുകയുമാണെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലായിരുന്നു. ഇത് വന്ന് ഒരു സാമ്പത്തിക വർഷത്തിന്റെ പകുതി നടപ്പിലാവുമ്പോൾ ആ നടപ്പിലാകുന്ന സാമ്പത്തിക വർഷത്തിന് മുൻപേ ഉള്ള, അതായത് ഇപ്പോൾ ഒക്ടോബറിലാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇതിന് മുന്നേ ഉള്ള പീരീഡിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ഇതുമായിട്ട് എങ്ങനെ കണക്ഷൻ ആവുന്നു എന്നുള്ള രീതിയിലുള്ള കുറെ സംശയങ്ങൾ. ഇത് 1-4 നടപ്പിലായിട്ട് അതിൽ വരുന്ന, അതായത് ത്രഷോൾഡ് ലിമിറ്റ് ഒരു 50 lakh തന്നെ ഉണ്ടെന്ന് വിചാരിക്കും. 1-4 സ്റ്റാർട്ടായി. അങ്ങനെയാണെങ്കിൽ ആ 50 lakhന് ശേഷം ത്രഷോൾഡിന് ശേഷം വരുന്ന എല്ലാ റിസിപ്റ്റിന്റെ മുകളിലും ആണ് ടാക്സ് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. ഇത് പകുതിക്ക് ഒക്ടോബർ 1 സ്റ്റാർട്ട് ചെയ്യുകയും അപ്പോൾ അതിന് ഏപ്രിൽ തൊട്ടുള്ള ചില മാസങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ആ പീരീഡിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ, സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പീരീഡുകളിൽ നടക്കുന്ന, ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള സാമ്പത്തിക വർഷത്തിന്റെ പീരീഡിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ഇതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചില കാര്യങ്ങൾ, ചില പ്രാക്ടിക്കൽ എക്സാമ്പിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻകം ടാക്സ്, TDS, GST തുടങ്ങിയവയുടെ പ്രധാനപ്പെട്ട എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. നോക്കുക, TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് സെക്ഷൻ 206C 1H സം പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്. ഒന്ന്, ഫ്രം 1-4-2020 to 30-9-2020 advance received 1 crore. Suppose seller have to supply on 10-10-2020 goods worth ₹1 crore. ഇനി നോക്കുക, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ് ടു സെപ്റ്റംബർ വരെയുള്ള, അതായത് ഒക്ടോബർ 1 മുന്നേ ഉള്ള പീരീഡിൽ, ഏപ്രിൽ ടു സെപ്റ്റംബർ വരെയുള്ള പീരീഡിൽ ഏതോ ഒരു ഡേറ്റിന് എത്ര കിട്ടിയിട്ടുണ്ട്? അഡ്വാൻസ് 1 കോടി ലഭിച്ചിട്ടുണ്ട്. സപ്പോസ് സെല്ലർ ഹാവ് ടു സപ്ലൈ ഓൺ 10-10, ഒക്ടോബർ 10-ാം തീയതിയാണ് ഈ 1 കോടിക്കുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്യേണ്ടത്. നോക്കുക, നോട്ട് ഇൻ ദിസ് സിറ്റുവേഷൻ സെല്ലർ നോ നീഡ് ടു കളക്ട് എനി TCS ഓൺ എബവ് ഇൻവോയ്സ്. ഇറ്റ് ഈസ് എ റിസീപ്റ്റ് ബേസ്ഡ് ടാക്സ്. കാരണം ഈ സമയത്ത് എന്തേ ചെയ്യുന്നുള്ളൂ? ബില്ല് ഇഷ്യൂ ചെയ്തിട്ട്, ഈ ഒക്ടോബറിൽ എന്തേ ചെയ്യുന്നുള്ളൂ? ബില്ല് ഇഷ്യൂ ചെയ്തിട്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പൈസ എപ്പോഴും കിട്ടിയിട്ടുണ്ട്? ഇതിന് മുമ്പേയുള്ള പീരീഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ TCS റൂൾ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഏപ്രിൽ 1 തൊട്ടിട്ട് 30 സെപ്റ്റംബർ വരെ നമുക്ക് ലഭിച്ച എമൗണ്ടിന്റെ മുകളിൽ ഏതില്ല? TCS കളക്ട് ചെയ്യേണ്ട കാര്യമില്ല, സെല്ലർ TCS കളക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ റിസീപ്റ്റ് ബേസ്ഡ് ടാക്സ്. അതായത് നമ്മുടെ സെയിൽസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്ന മാത്രയിൽ കളക്ട് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് TCS. അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ വരെ, അതായത് ഏപ്രിൽ തൊട്ടിട്ട് സെപ്റ്റംബർ വരെ ലഭിച്ച എമൗണ്ടിന് ഈ പുതിയ പീരീഡിൽ ബില്ല് ഇഷ്യൂ ചെയ്യുന്ന മാത്രയിൽ നിങ്ങൾ TCS കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. ആ ബില്ലിന്റെ മുകളിൽ TCS കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ, ഫ്രം 1-4-2020 to 30-9-2020 സെയിൽസ് മെയ്ഡ് ഫോർ ₹3 crore. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഒക്ടോബർ 1-നാണ് TCS സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഉള്ള പീരീഡ്, അതായത് ഏപ്രിൽ ടു സെപ്റ്റംബർ തന്നെ എന്ത് നടന്നിട്ടുണ്ട്? സെയിൽസ് മെയ്ഡ് ഫോർ 3 crore.
3 കോടിയുടെ സെയിൽ നടന്നിട്ടുണ്ട്. സപ്പോസ് വിചാരിക്കുക, ഔട്ട് ഓഫ് വിച്ച് 2 crore റിസീവ്ഡ് വിത്തിൻ 30/9/2020 ആൻഡ് ബാലൻസ് 1 crore റിസീവ്ഡ് ഓൺ 1/10/2020. ഇതും നേരെ നമ്മളെ പീരീഡിനെ 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. 1/4 തൊട്ടിട്ട് 30/9 വരെയുള്ള പീരീഡിൽ 3 കോടിയുടെ സെയിൽ ചെയ്തു. അതിൽ 2 കോടിയും എപ്പോഴെന്നെ കിട്ടിയിട്ടുണ്ട്? 30/9 തന്നെ കിട്ടിയിട്ടുണ്ട്. വിത്തിൻ 30th September 2020 അത് തന്നെ 2 കോടി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബാലൻസ് 1 crore റിസീവ്ഡ് ഓൺ 1/10/2020. നോട്ട്, സെല്ലർ ഹാവ് ടു കളക്ട് TCS ₹1 crore വിച്ച് ഈസ് received on October even though no supply is made on or after 1/10/2020. ഈ 1 കോടിയുടെ മുകളിലും എന്ത് ചെയ്യണം? TCS കളക്ട് ചെയ്യണം. ഈ 1-ാം തീയതി ഒരു സപ്ലൈ നടന്നിട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ ആ പഴയതിന്റെ മുകളിൽ ഇപ്പോഴാണ് ബാക്കി പൈസ കിട്ടുന്നത്. ആ കിട്ടുന്ന മാത്രമേ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ റിസീപ്റ്റ് ബേസ്ഡ് ടാക്സ്. ഈ പീരീഡിൽ, ഈ ഒക്ടോബറിൽ ഒരു ട്രാൻസാക്ഷൻ ഒന്നും നടന്നിട്ടില്ല 1-ാം തീയതി, എന്നിട്ടും എന്ത് ചെയ്യേണ്ടി വന്നു? സെല്ലർ ഹാവ് ടു കളക്ട് TCS ഓൺ 1 crore വിച്ച് ഈസ് റിസീവ്ഡ് ഓൺ ഒക്ടോബർ ഈവൻ ദോ നോ സപ്ലൈ ഈസ് മെയ്ഡ് ഓൺ ഓർ ആഫ്റ്റർ 1/10. അതായത് ഇതിന്റെ 1-നോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിലൊന്നും നടന്നിട്ടില്ലെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ 1-ാം തീയതിയോ ഒക്ടോബർ 1-നോ അല്ലെങ്കിൽ അതിനുശേഷമോ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ലെങ്കിലും അതിന്റെ പ്രീവിയസ് പീരീഡിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ട്, അതായത് ഏപ്രിൽ ടു സെപ്റ്റംബറിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ സെയിൽ നടന്നതിന്റെ പൈസ നിങ്ങൾക്ക് 1-ാം തീയതിയോ അതിനുശേഷമോ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പിടിക്കാൻ ലാബിലുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും പിടിക്കണം. ഇവിടെ ഓൾറെഡി 2 കോടി കിട്ടുമ്പോൾ തന്നെ എന്തായി? ആ ത്രെഷോൾഡ് നിങ്ങൾ പൂർത്തിയായി. കാരണം 50 lakh വരെ ത്രെഷോൾഡ് ഉള്ളൂ. ഇവിടെ ആ പഴയ പീരീഡിൽ തന്നെ എത്ര കിട്ടിയിട്ടുണ്ട്? 2 കോടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ത്രെഷോൾഡ് അവിടെ പൂർത്തിയായി. അപ്പോൾ പുതിയ 1/10/2020 കിട്ടിയ 1 കോടിയുടെ മുകളിൽ നിങ്ങൾ TCS കളക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ 1-ാം തീയതി നിങ്ങൾ ട്രാൻസാക്ഷൻ സെയിൽ ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും. അപ്പൊ ഇത് രണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ ഫസ്റ്റ് 1/10 സമയത്ത് ഒന്നിൽ പറയുന്നുണ്ട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. 1-ാമത്തെ എക്സാമ്പിൾ പറയുന്നത് 10 ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, പക്ഷേ എന്തില്ല, പൈസ അതിനു മുമ്പേ കിട്ടി. രണ്ടാമത്തെ എക്സാമ്പിളിലോ അതിനു മുമ്പേ സെയിൽസ് നടന്നു, പക്ഷെ പൈസ എപ്പോഴാണ് കിട്ടുന്നത്? ഈ 1/10 ശേഷമാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ TCS കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്? പൈസ ഈ സെപ്റ്റംബറിനുള്ളിലാണ് കിട്ടിയത്, ഏപ്രിൽ ടു സെപ്റ്റംബറിനുള്ളിലാണ് കിട്ടിയത്. അതായത് 1/10 മുന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ TCS ഇല്ല. അതേസമയം ഈ എക്സാമ്പിളിൽ എന്താണ്? ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ആ പീരീഡിൽ പൈസ ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല, അഡ്വാൻസോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിലേക്ക് വരുന്ന പാർട്ട് പേയ്മെന്റ് 1/10/2020 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 1/10/2020 ഏത് എമൗണ്ട് കിട്ടിയാലും നിങ്ങൾ, അതായത് റിസിപ്റ്റ് ബേസ്ഡ് ടാക്സ് ആണ്, അഡ്വാൻസ് ആയാലും അല്ലാത്തുള്ള എമൗണ്ട് ആയാലും, പഴയ ട്രാൻസാക്ഷൻ, പഴയ സെയിലിന് മുകളിലുള്ള പൈസ ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം? TCS കളക്ട് ചെയ്യണം എന്നാണ് റൂള്. അപ്പൊ ഈ 2 എക്സാമ്പിളിലൂടെ തന്നെ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ എക്സാമ്പിൾ, ഫ്രം 1/4/2020 ടു 30/9/2020 സെയിൽസ് മേഡ് ₹60 lakh. സപ്പോസ് ഔട്ട് ഓഫ് വിച്ച് ₹45 lakhs ആർ റിസീവ്ഡ് അപ് ടു 30/9/2020 ആൻഡ് ₹10 lakh ആർ റിസീവ്ഡ് ഓൺ 2nd October 2020. നോക്കുക, ഈ ഏപ്രിൽ ടു സെപ്റ്റംബർ വരെയുള്ള പീരീഡിൽ 60 ലക്ഷത്തിന്റെ സെയിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 45 ലക്ഷം എപ്പോഴും കിട്ടിയിട്ടുണ്ട്? സെപ്റ്റംബറിനുള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, 30/9 തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒക്ടോബർ 2 കിട്ടുന്നത് എത്ര? 10 ലക്ഷമാണ് കിട്ടുന്നത്. 10 ലക്ഷം 10 lakhs ആർ റിസീവ്ഡ് ഓൺ 2nd October 2020. അപ്പോൾ ത്രെഷോൾഡ് കണക്ക് കൂട്ടുമ്പം ഇവിടെ എത്രയേ പോയിട്ടുള്ളൂ? ത്രെഷോൾഡ് കണക്ക് കൂട്ടുമ്പോൾ 45 ഇവിടെ ആയിട്ടുള്ളൂ. ഇനി 5 ലക്ഷം കൂടി, 50 ലക്ഷം വരെ ത്രെഷോൾഡ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 10 ലക്ഷത്തിൽ നിന്ന് 5 കൂടി ത്രെഷോൾഡിന് വേണ്ടി പരിഗണിക്കും. ബാക്കി വരുന്ന 5 ലക്ഷത്തിനാണ് TCS കളക്ട് ചെയ്യേണ്ടത്. നോക്കുക, നോട്ട്, then seller have to collect TCS on ₹5 lakhs only. ഈ 10 ലക്ഷത്തിന് വേണ്ട. കാരണം എന്താ? അപ് ടു 50 വരെ ത്രെഷോൾഡ് ഉണ്ട്. ഇവിടെ 45 ആയിട്ടുള്ളൂ. ആ പ്രയർ പീരീഡിൽ ഏപ്രിൽ ടു സെപ്റ്റംബറിൽ 45 lakh വരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 5 lakh കൂടി പരിഗണിക്കാറുണ്ട്. അത് 1/2/10 വന്ന 10 ലക്ഷത്തിന് ആ 5 ലക്ഷം കൂടി ആ ത്രെഷോൾഡിന് വേണ്ടി കിഴിച്ചതിന് ശേഷം ആണ് TCS കളക്ട് ചെയ്യേണ്ടത്. സോ ദെൻ സെല്ലർ ഹാവ് ടു കളക്ട് TCS ഓൺ ₹5 lakhs ഓൺലി. നോക്കുക, 4th എക്സാമ്പിൾ,
1/4/2020 to 30/9/2020 സെയിൽസ് മെയ്ഡ് ഫോർ ₹90 ഇതന്നെ പ്രയർ പീരീഡിൽ, അതായത് ഏപ്രിൽ ടു സെപ്റ്റംബർ വരെയുള്ള പീരീഡിൽ എത്ര ലക്ഷത്തിന്റെ സെയിൽ നടത്തിയിട്ടുണ്ട്? സെയിൽസ് മെയ്ഡ് ₹90 സപ്പോസ് ഔട്ട് ഓഫ് വിച്ച് ₹75 റിസീവ്ഡ് വിത്തിൻ 39/2020, അതായത് സെപ്റ്റംബറിനുള്ളിൽ 75 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൺ 2 ഒക്ടോബർ 2020 ₹10 ലക്ഷം പാർട്ട് റിസീവ്ഡ്, അതായത് 90 lakh തരണം. 75 ലക്ഷം എപ്പോഴും തന്നെ തന്നിട്ടുണ്ട്? ആ പ്രയർ പീരീഡിൽ തന്നെ സെപ്റ്റംബർ 30 സെപ്റ്റംബറിനുള്ളിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി അതിൽ വേറൊരു പാർട്ട് 10 ലക്ഷം കൂടി 2/10 തരുന്നത്. അപ്പോൾ ഇവിടെ എന്തായി? ത്രഷോൾഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെപ്റ്റംബറിനുള്ളിൽ തന്നെ 30 സെപ്റ്റംബറിനുള്ളിൽ തന്നെ ത്രഷോൾഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്രയാണ് ത്രഷോൾഡ്? 50 lakh. പക്ഷെ ഇവിടെ 75 lakh കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 25 കൂടി, അതായത് ആ 50 കിഴിച്ചിട്ടുള്ള 25 കൂടി ഇവിടെ ടാക്സ് കൊടുക്കണോ? വേണ്ട. കാരണം എന്താണ്? ഈ 75 lakhും പ്രയർ പീരീഡിൽ സെപ്റ്റംബറിനുള്ളിലാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കിട്ടിയതിന്റെ ഇതിന് എവിടെ ടാക്സ് കളക്ട് ചെയ്യേണ്ട? ഈ ഒക്ടോബറിന് ശേഷമുള്ള പീരീഡിൽ ടാക്സ് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ത്രഷോൾഡ് പൂർത്തിയായിട്ട് കണക്ക് കൂട്ടും. ഇവിടെ എത്രയും വേണ്ടു? പുതുതായി ലഭിച്ച ആ 10 ലക്ഷത്തിന് 2 ഒക്ടോബറിന് ലഭിച്ച 10 ലക്ഷത്തിന് മാത്രമേ TCS നോട്ട് സെല്ലർ ഹാവ് ടു കളക്ട് TCS ഓൺ 10 lakhs ഓൺലി. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ 4 എക്സാമ്പിൾ ഒന്ന് മനസ്സിരുത്തി നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഡൗട്ട് ക്ലിയർ ആവും എന്ന് വിശ്വസിക്കാം. ഇനി ഇൻവോയ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുള്ള സംശയമാണ്. കാരണം കുറെ ആൾക്കാർ സോഫ്റ്റ്വെയറിന്റെ ആൾക്കാരായിരുന്നു. ഇത് ഏതിന്റെ മുകളിലാണെന്ന് ഞങ്ങൾ ആ TCSന്റെ എമൗണ്ട് സെറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ ക്ലിയർ ആക്കേണ്ടതെന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സാമ്പിൾ ഇവിടെ പറയാണ്. സാമ്പിൾ ഓഫ് ഇൻവോയ്സ്. വാല്യൂ ഓഫ് ഗുഡ്സ് 60 lakh, CGST 14%, 8,40,000, SGST 14%, 8,40,000, total 76 lakh, total 76,80,000. അതിന്റെ മുകളിലാണ്, അതായത് സാധനത്തിന്റെ വാല്യൂയോട് കൂടി CGSTയും SGSTയും ആഡ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂവിന്റെ മുകളിലാണ് TCS 0.075% അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ ഈ സാധനത്തിന്റെ വിലയുടെ മുകളിൽ മാത്രമല്ല, അതിനോട് ടാക്സ് പോർഷനും കൂടിയ ടോട്ടൽ എമൗണ്ടിന്റെ മുകളിലാണ് TCS ചാർജ് ചെയ്യേണ്ടത്. അതാണ് ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത്. അതും കൂടി കൂട്ടി 76,80,000 TCS വരിക 5,760 അങ്ങനെയാണ് ആ ഇൻവോയ്സിന്റെ വാല്യൂ 76,85,760 എന്ന് വരുന്നത്. ക്ലിയർ? ഇനി നോക്കുക. യു ക്യാൻ ഷോ TCS ഐദർ ഇൻ ഇൻവോയ്സ് ഓർ ത്രൂ ഡെബിറ്റ് നോട്ട്. ഇനി കുറെ ആൾക്കാരുടെ സംശയം എന്ന് പറഞ്ഞാൽ ഈ TCS എന്ന് കാണിക്കേണ്ടത് ഇൻവോയ്സ് തന്നെ കാണിക്കണോ, മാൻഡേറ്ററി ആണോ എന്നുള്ള ചോദ്യമാണ്. ഇൻവോയ്സിൽ കാണിക്കണമെന്ന് ഒരിക്കലും മാൻഡേറ്ററി അല്ല, ലോ പ്രകാരം അങ്ങനെ പറയുന്നില്ല. കാരണം ഇൻവോയ്സിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇതിനു മുമ്പേ കൊടുത്ത ഇഷ്യൂ ചെയ്ത ഇൻവോയ്സിന്റെ മുകളിലുള്ള വാല്യൂ കിട്ടുമ്പോഴും റിസീപ്റ്റ് ബേസ്ഡ് ടാക്സ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? TCS കളക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിന് ഇൻവോയ്സ് വേറെ റേസ് ചെയ്യാൻ പറ്റില്ല. ഇൻവോയ്സ് ഓൾറെഡി റേസ്ഡ് ആണ്. ഏപ്രിൽ ടു സെപ്റ്റംബറിൽ നിങ്ങൾ കൊടുത്ത ഇൻവോയ്സിന് മുകളിലുള്ള ഒരു എമൗണ്ട് ആണ് പിന്നീട് ഈ 1 ഒക്ടോബറിന് ശേഷമുള്ള പീരീഡിൽ ലഭിക്കുന്നതെങ്കിൽ ഇൻവോയ്സ് ഈസ് ഓൾറെഡി ഇഷ്യൂഡ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. അതിന്റെ മുകളിൽ എന്ത് ഇഷ്യൂ ചെയ്യാൻ കഴിയൂ? ഡെബിറ്റ് നോട്ട് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഇത് സെല്ലറുടെ ഓപ്ഷൻ ആണ്. എവിടെയും ഇൻവോയ്സിലൂടെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഏതാണ് നിങ്ങളുടെ സൗകര്യം എന്നുള്ള രീതിയിൽ ഇൻവോയ്സിലൂടെ ആ ത്രഷോൾഡ് കഴിഞ്ഞ് പിടിക്കേണ്ട ആ സിംഗിൾ പാർട്ടിയിൽ നിന്ന് ഇൻവോയ്സിലൂടെ നിങ്ങൾക്ക് ആ TCSന്റെ എമൗണ്ട് കാണിക്കാം. അല്ലാതെ ഡെബിറ്റ് നോട്ടിലൂടെയും കാണിക്കാം. അപ്പോൾ ആ ഇത് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് ഡെബിറ്റ് നോട്ടിലൂടെ ത്രൂ ആണെങ്കിൽ, അതായത് ഒരു പ്രത്യേക സീരിയൽ നമ്പറൊക്കെ കൊടുത്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് അതിനൊരു ട്രാക്കിംഗ് ഉണ്ടാവും. കുറേ ഭാഗം ഇൻവോയ്സിലൂടെയും കുറേ ഭാഗം ഡെബിറ്റ് നോട്ടിലൂടെയും ആണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ ചിലപ്പോൾ വലിയ സ്ഥാപനങ്ങളൊക്കെ ആവുമ്പോൾ അതിൻ്റെ ഒരു കണക്ടിവിറ്റി ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. ഡെബിറ്റ് നോട്ടിലൂടെ നിങ്ങളുടെ സൗകര്യമാണ്. ഡെബിറ്റ് നോട്ടിലൂടെ ഒരു സീരിയൽ നമ്പർ പ്രത്യേകം കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്കറിയാം ഏതെല്ലാം പാർട്ടിയുടെ ഇതിൽ നമ്മൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഏത് എമൗണ്ടിന്റെ മുകളിൽ ആണ് എന്നുള്ള രീതിയിൽ കറക്റ്റ് ഒരു ട്രാക്കിംഗ് ലഭിക്കുന്നതായിരിക്കും ഡെബിറ്റ് നോട്ട് മാത്രമാണെങ്കിൽ. പക്ഷെ ഇൻവോയ്സ് കൊടുക്കുന്നതാണെങ്കിൽ ചില ആൾക്കാർ പറയുന്നത്, ചില എക്സ്പേർട്ടുകൾ പറയുന്നുണ്ട്, ഇൻവോയ്സിലൂടെ കൊടുക്കുന്നതാണെങ്കിൽ ആ ബയർക്ക് മനസ്സിലാവും
ഈ ഒരു പർട്ടിക്കുലർ പർച്ചേസിന്റെ മുകളിൽ എത്ര എമൗണ്ട് നമ്മൾ ടോട്ടൽ പേയബിൾ ഉണ്ട്. കാരണം ഇൻവോയ്സിന്റെ അതിൽ ഏത് കൂടി വന്നു, TCSന്റെ എമൗണ്ടും കൂടി വന്നു. അങ്ങനെയാണ് ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ വരുന്നത്. അപ്പോൾ ബയറിന് അറിയാം ആ പർട്ടിക്കുലർ ഇതിന്റെ മുകളിൽ, ബില്ലിന്റെ മുകളിൽ ടോട്ടൽ പേയബിൾ എത്രയുണ്ട്. ഇത് ഇൻവോയ്സ് വേറെയും ഡെബിറ്റ് നോട്ട് വേറെയും വന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് മിസ്സായി പോകാം. വേഗം ഇൻവോയ്സ് വെച്ചിട്ടായിരിക്കാം ബയർ ചെക്ക് എഴുതുക. ഈ ഡെബിറ്റ് നോട്ടിന്റെ കാര്യം അവർ മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നും എക്സ്പേർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴും ആൾക്കാർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെയും ലോയിൽ നിർബന്ധമായിട്ട് ഇൻവോയ്സിലൂടെ കളക്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. ഇൻവോയ്സിലൂടെയും കളക്ട് ചെയ്യുക, നിങ്ങളുടെ സൗകര്യമാണ് അതാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടിലൂടെയും കളക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സിന്റെ പ്രാക്ടിക്കൽ സൈഡുമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു ഈ എക്സാമ്പിളിലൂടെ ഭൂരിഭാഗം ആൾക്കാർക്കും സംശയങ്ങൾ ക്ലിയർ ആയിട്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ, എനിക്ക് തോന്നുന്നു ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇനി പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്ത് പോകുമ്പോഴായിരിക്കാം ഇടയ്ക്കുള്ള ചില സംശയങ്ങൾ കയറി വരിക. ഇപ്പോഴും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.